നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്വയം തീരുമാനം കൊണ്ട് ഒരിക്കലും നമുക്ക് കൃപയ്ക്കകത്ത് കടക്കത്തില്ല. ആമേൻ. ഇന്ന് നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 5:1 മുതലുള്ള വചനമാണ്. അത് വളരെയേറെ പഠിക്കപ്പെടേണ്ടതും ഒരിക്കലും എന്താ പറയുന്നത് തീരാത്തതുമായ അർത്ഥമുള്ളതുമായ ഒരു വചനഭാഗമാണ്. അതിൻ്റെ അകത്തെ ആ വചനഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. Therefore, being justified by faith, we have peace with God through our Lord Jesus Christ. മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമുക്ക് ദൈവവുമായി ഒരു സമാധാനം ഉണ്ട്. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എൻ്റെ അർത്ഥം എന്നതാ? നീതീകരിക്കപ്പെടുക എന്ന വാക്ക് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ അർത്ഥവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിഫൈഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു കുഴപ്പവും ഇല്ല എന്ന് അങ്ങോട്ട് പറയുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇച്ചിരി വിവരിച്ച് പറഞ്ഞാൽ, എത്ര കുഴപ്പമുണ്ടെങ്കിലും കേട്ടോ, ഒത്തിരി കുഴപ്പമുണ്ട് നമുക്കെല്ലാവർക്കും. ഒത്തിരി കുഴപ്പമുണ്ടായിരിക്കെ യേശു പറയുന്നു, ഇപ്പോൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് നിനക്കിനി ഒരു കുഴപ്പമില്ലാന്ന്. ഇത്ര കേൾക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുവാൻ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നവർക്ക് അനേകർക്ക് ഇന്നും സാധിക്കുന്നില്ല. എന്ത് വിശ്വസിക്കേണ്ടത്? യേശു പറഞ്ഞു, നിന്റെ പാപം മുഴുവൻ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കല്ലെറിയാൻ കൊണ്ടുവരപ്പെട്ട എന്ന് പറഞ്ഞാൽ മരണം മാത്രം ഓപ്ഷനായി. തിരഞ്ഞെടുക്കാനുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്താണ് തിരഞ്ഞെടുക്കാനുള്ളത്? മരണം മാത്രമേ ഉള്ളൂ. എന്താണ്? മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. എങ്ങനെ? കല്ല് എറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന നിയമം എഴുതി വച്ചിരിക്കെ അതുമാത്രം ഓപ്ഷനായിരിക്കെ അവൾ വന്നുപെട്ടത് യേശുവിൻ്റെ മുമ്പിലായിരുന്നത് കൊണ്ട്, ആമേൻ, യേശുവിൻ്റെ മുമ്പിലായിരുന്നത് കൊണ്ട് യേശു അവളോട് പറഞ്ഞു, എന്താണ്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ നീ പാപം ചെയ്യരുത്. സ്തോത്രം. മേലിൽ ഇത് പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ സമാധാനത്തിൽ പറഞ്ഞു വിട്ടു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ആമേൻ. എന്തു വിശ്വാസം? യേശുവിലുള്ള ഒറ്റ വിശ്വാസം. ഹല്ലേലൂയ. യേശുവിൽ നീ വിശ്വസിച്ചാൽ മതി, നീ നീതീകരിക്കപ്പെടുന്ന റോമാലേഖനം 10:9 നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുണ്ട്, അല്ലേ? റോമൻസ് 10:9 പറയുക. എന്താ ചെയ്യേണ്ടത്? യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. എവിടുന്ന് രക്ഷിക്കപ്പെടും? ശിക്ഷയിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ നീ ചെയ്തു കൂട്ടിയ അനേക തിന്മകളുടെ ഫലമായ ഒരു ശിക്ഷ വരാനുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെടും. എങ്ങനെ? യേശുവിലുള്ള ഒറ്റ വിശ്വാസം കൊണ്ട്. ഒറ്റ വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആ വാക്കിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുമ്പോൾ അതുവരെ നിനക്കുണ്ടായിരുന്ന സകല പാപ കുറവുകളും അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങളും ആ നിമിഷം നിന്നെ വിട്ടുമാറിയിട്ട് യു ഹാവ് ബിക്കം എ സെയിന്റ്, നീ ഒരു വിശുദ്ധനായി തീർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. സ്തോത്രം. 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തുടർച്ചയായിട്ട് ഈ വചനത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആമേൻ. അതിലൊന്ന് നീതീകരിക്കപ്പെട്ടു എന്ന അവസ്ഥ. ഹല്ലേലൂയ. പ്രിയരെ, ലോകത്തിൽ ഇന്ന് അനേകർക്കും നീതീകരിക്കപ്പെട്ടു എന്ന് ബോധ്യമില്ല. ഹലോ, നീതീകരിക്കപ്പെട്ടു എന്ന് ബോധ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഡോക്ടർ പറയുന്നു, ഡോക്ടറുടെ പക്കൽ പോയി മരുന്ന് മേടിക്കുമ്പം ഡോക്ടറുടെ മരുന്ന് കൊണ്ട് സുഖമാകുമെന്ന് വിശ്വാസമില്ലാത്ത രോഗി, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലില്ലാത്ത രോഗി പോയി മരുന്ന് മേടിച്ചാൽ ഡോക്ടർ പറയും ഇതുകൊണ്ട് ഗുണപ്പെടുകയില്ല. ഇല്ലേ? അത് സിമ്പിളാണ്, ഇല്ലേ? നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, തമിഴ് പറയും ഊശി പോടുക എന്ന് പറയും, അല്ലേ? ഊശി പോടുക പറയും. പണ്ടൊക്കെ എനിക്കറിയാം, സൂര്യനെല്ലി കമ്പനി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ പറയും,
ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടറെ വലിയ ഇഷ്ടമാണ്. മേനോൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, മേനോൻ ഡോക്ടർ. ആ ഡോക്ടർ പറയും, ആരെങ്കിലും വന്നാൽ ഡോക്ടർ അയ്യാ എനിക്ക് ഊശി പോട്ടെങ്കിൽ അവളതാൻ. അപ്പോൾ ഡോക്ടർ നോക്കുമ്പം ഇയാൾക്ക് ഒത്തിരി അസുഖങ്ങളുണ്ട്, ഏത് ഊശി പോട്ടാലാണ് നന്നാകുക എന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഡോക്ടർ നഴ്സിനോട് പറയും, ഒരു എന്താ പറയുന്നത്, ഒരു ലാക്ടോസ്, ഒരു വെറുതെ ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു സൂചി, ഒരു ഇഞ്ചക്ഷൻ, ഞാൻ മരുന്നൊന്നുമില്ല, വെറുതെ ഒരു ഗ്ലൂക്കോസിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും. അയ്യാ ഇപ്പം എന്നെ ഗുണമരിച്ച്. അതെന്താ? ഉള്ളിലുള്ളൊരു വിശ്വാസമാണ്. എന്ത് വിശ്വാസം? ഈ ഡോക്ടർ ഒന്ന് തൊട്ടാൽ, അയാൾ മരുന്ന് തന്നാൽ, ഒരു സൂചി കുത്തിവെച്ചാൽ സൗഖ്യമായെന്ന് വിശ്വസിക്കുക അല്ലേ? വളരെ സിമ്പിളായൊരു കാര്യം. അങ്ങനെയെങ്കിൽ സ്തോത്രം, യേശുക്രിസ്തുവിലുള്ള വചനത്തിലുള്ള വിശ്വാസം കൊണ്ട് എത്ര അധികമായ വിടുതല വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യം വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ അനേകർ ഇന്ന് വിചാരിക്കുന്നതെന്നറിയാമോ? അനേകർ വിചാരിക്കുന്നു നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തി കൊണ്ടാണ് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുന്നതെന്ന് അനേകർ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞത് പരത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ഇന്ന് അനേക ക്രൈസ്തവ സഭകൾ നോയമ്പ് കാലം ആചരിക്കുക. നോയമ്പ് കാലം അല്ലേ? നോയമ്പ് കാലത്ത് അനേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, കഠിനമായ എന്താ പറയുന്നത്, സ്വയം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നു, ചെരുപ്പിടാതെ നടക്കുന്നു. സ്തോത്രം. മലയുടെ മുകളിൽ കയറുന്നു. എങ്ങനെ? കഷ്ടം സഹിക്കുന്നു. യേശു സഹിച്ച കഷ്ടം പോലെ എന്തെങ്കിലും ഒന്ന് സഹിക്കണമെന്ന് ആൾക്കാർ വിചാരിക്കുന്നു. ഇത് വാസ്തവല്ലേ? നമ്മൾ ചുറ്റും കാണുന്നില്ലേ? നമുക്കിനി കാണാം. കുറച്ച് ദിവസം കഴിയുമ്പം ചെറിയ ആൾക്കാർ ഇവിടെ നിന്ന് ഈ മൂന്നാറിൽ നിന്നൊക്കെ അങ്ങ് ദൂരെ നിന്നൊക്കെ നടന്ന് മലയാറ്റൂർ വരെ നടന്ന് കുരിശും പിടിച്ചുകൊണ്ട്, ചെറിയ കുരിശും പിടിച്ചുകൊണ്ട് മലയാറ്റൂർ മലയിൽ കയറി തങ്ങൾക്ക് പാപപ്രവൃത്തി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളും ഇങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്കകത്തു പറഞ്ഞത് എന്താ? വിശ്വാസത്താലാണ് നീ നീതീകരിക്കപ്പെട്ടത്. എത്ര പേര് കേൾക്കുന്നുണ്ട്? വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? യേശു എനിക്ക് പകരമായി സഹിച്ചു എന്നുള്ള വിശ്വാസത്താൽ. എന്നാൽ യേശു പകരമായി സഹിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് വേണം ദൈവത്തെ ഞാൻ ഇനി പ്രസാദിപ്പിക്കാമെന്ന്. അനേകർക്ക് അപ്രകാരം ലോകത്തിൽ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വചനം ഒന്ന് വായിച്ചു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഓക്കെ. അവിടെ പറയുന്നു, ആരെക്കുറിച്ചാണ് പറയുന്നത്? വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവനെ കുറിച്ച് പറയുക. ഹലോ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അവൻ്റെ പാപം മുഴുവൻ എഴുതി തള്ളി, അവൻ്റെ കുറ്റങ്ങൾ മുഴുവൻ കടലിൻ്റെ അടയിലേക്ക് വലിച്ചതാണ്. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം അവൻ്റെ കുറവുകളൊക്കെയും കടലിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് വചനം പറയുന്നു. അപ്രകാരമുള്ള ഒരു വിശ്വാസി നീതീകരിക്കപ്പെട്ടവൻ പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ, ഒരിക്കൽ മാത്രമായിട്ടല്ല കൃപ ലഭിച്ചത്. ഒരിക്കൽ കൃപ ലഭിച്ചപ്പോൾ എന്തു പറ്റി? നീ അടിസ്ഥാനപരമായി നിൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി നീ വിശുദ്ധനായി തീർന്നു. എന്നാൽ ഇവിടെ പറയുന്നു, ഇനി ഓൺഗോയിങ് ഗ്രേസാണ്, തുടർമാനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃപയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അല്പം മുമ്പേ പാടി, ബുദ്ധിക്ക് അതീതമായ അത്യത്ഭുതങ്ങളാൽ ദൈവം നമ്മളെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിക്ക് അതീതമായ അത്യത്ഭുതം. എന്താണ് ബുദ്ധി കൊണ്ട് കാണുന്ന അത്ഭുതം? നമ്മൾക്ക് ബുദ്ധി കൊണ്ട് കാണുന്നതിനെ നമ്മൾ അത്ഭുതം എന്ന് വിളിക്കാറില്ല. ഉണ്ടോ? ബുദ്ധി കൊണ്ട് കാണുന്നതിനെ അത്ഭുതം എന്ന് വിളിക്കാറില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് പറയുന്നു, ഇന്ന് രാവിലെ 6 മണിയാവുമ്പോൾ സൂര്യൻ ഉദിക്കും. കാരണം എന്താ? ഇന്നലെ അങ്ങനെയായിരുന്നു, മിനിങ്ങാന്നും അങ്ങനെയായിരുന്നു, അതിന് മുമ്പിൽ ദിവസം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നാളെ രാവിലെ സൂര്യൻ 6 മണിയാകുമ്പോൾ ഉദിക്കും. ആ സൂര്യൻ ഉദിക്കുമ്പോൾ അതിൽ അത്ഭുതമില്ല. എന്താണ്? ബുദ്ധി പറഞ്ഞു സൂര്യൻ ഉദിക്കും. അങ്ങനെ സംഭവിച്ചു.
ഹല്ലേലൂയ. ആശുപത്രി പോയി മരുന്ന് മേടിച്ചപ്പോൾ ചിലപ്പോൾ രോഗസൗഖ്യമായി, ബുദ്ധി കൊണ്ട് നമ്മളതങ്ങ് ഏറ്റെടുത്തു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഇത് സൗഖ്യമാകത്തില്ല കേട്ടോ, ഈ രോഗത്തിന് മരുന്നില്ല, ഇത് നിന്നെ കൊണ്ടേ പോകുള്ളൂ, നീ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, വചനം അയച്ച് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അവനങ്ങനെ സൗഖ്യമായി. അതെന്താ അത്ഭുതം? മറ്റത് ബുദ്ധി അല്ല യുക്തി. സ്തോത്രം. ഇന്ന് ലോകത്തിലെല്ലാവരും പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത് യുക്തിയിൽ ബുദ്ധിയിൽ മാത്രം വിശ്വസിക്കണമെന്നാണ്. സയൻസിൻ്റെ വളർച്ച കൊണ്ടാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു ഭാഗം വരെ ശരിയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ചെയ്ത സൃഷ്ടിയെ കണ്ടെത്തുന്നത് മാത്രമേ ഉള്ളൂ സയൻസ്. ഹലോ, സയൻസ് ഇസ് ഡൂയിങ് വാട്ട്? എക്സ്പ്ലോറിങ് വാട്ട് ഗോഡ് ഹാസ് ക്രിയേറ്റഡ്. ഹല്ലേലൂയ. സയൻസ് എന്താ ചെയ്യുന്നത്? സയൻസ് പുതിയൊന്നും ചെയ്യുന്നില്ല. സയൻസ് എന്താ ചെയ്യുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്ന ആവശ്യം അറിയത്തില്ല, ഇപ്പോൾ അത് കണ്ടു. അപ്പോൾ അത് വലിയ കാര്യമാണെന്ന് പറയുമ്പോൾ സയൻസ് കാണുന്നത് എന്താണ്? ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ കണ്ടെത്തുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിക്ക് അതീതമായ ഒരു ദൈവപ്രവൃത്തി, അപ്രകാരമുള്ള ഒരു വലിയൊരു മേഖലയാണ് കൃപയിലുള്ള ജീവിതം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ നീതീകരിക്കപ്പെട്ടു. രണ്ടാമത്, കൃപയിലേക്ക് നമുക്കൊരു പ്രവേശനം ലഭിച്ചു. എന്താ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയരെ, ദൈവത്തിൻ്റെ കൃപ അവസാനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കൃപ പ്രവൃത്തി അവസാനിച്ചില്ല. കൃപയുടെ വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അർഹതയില്ലാത്തത് ചുമ്മാതെ കിട്ടി. ഹലോ, ഒന്ന് പറഞ്ഞു നോക്കിയേ. അർഹതയില്ലാത്തത് എനിക്ക് ചുമ്മാതെ കിട്ടി. ഞാനിന്ന് ദൈവസന്നിധിയിലിരുന്ന് ദൈവമകനായി കർത്താവിനെ ആരാധിക്കണമെന്ന് എനിക്ക് യാതൊരു അർഹതയില്ലായിരുന്നു. എന്നാൽ എനിക്കത് സൗജന്യമായിട്ട് കിട്ടി. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആമേൻ. എന്താ പറഞ്ഞ? കൃപ എന്ന് പറഞ്ഞ വാക്കിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ ചക്കാത്തി കിട്ടിയതാ. ദയ, യാതൊരു ദയ അർഹിക്കാത്തടുത്ത് നരകമെന്ന ഒരു ഉത്തരം മാത്രമുള്ളിടത്ത് ദൈവത്തിൻ്റെ ദയ എനിക്ക് സ്വർഗം തന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. വിശ്വസിച്ച് കർത്താവിലായി തീർന്നവൻ്റെ പേര് വെറും വിശ്വാസി എന്നല്ല, വിശുദ്ധനെന്നാ. വിശുദ്ധനാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞ്, നിങ്ങളൊരു വിശുദ്ധനാണെന്ന്. എന്തൊരു സന്തോഷം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തമ്മിൽ പറഞ്ഞു നമ്മൾ വിശുദ്ധരാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഇത് സ്വർഗം പറഞ്ഞതാ. കൃപയിലേക്ക് വന്നവൻ വിശുദ്ധനായി തീർന്നു. ആണോ? സംശയമുണ്ടോ? സംശയം ഉള്ളതുകൊണ്ടാ പറയുന്നത്. ചിലർ പറയും, യേശുവിൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? പല പ്രാവശ്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ അമ്മയെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അമ്മ എന്നൊരു വാക്ക് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ അമ്മയാണ്. ശരിയാ. കാരണം ഞാൻ പറയാൻ പോകുന്നൊരു മറ്റൊരു വിഷയമുണ്ട്, അതിലേക്ക് വേണ്ടി ഞാൻ കണക്ട് ചെയ്യുന്നത്. ലോകത്തിനൊരിക്കലും, സാധാരണ മനുഷ്യർക്കൊരിക്കലും ജഡത്തിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റത്തില്ല. അവർ കേട്ടോ? സീയിങ് ഈസ് ബിലീവിങ് എന്നാണ് ഒരു ഇംഗ്ലീഷിൽ പഴമൊഴി. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. പറഞ്ഞേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറവുണ്ടായിരുന്ന ഒത്തിരി കുഴപ്പമുണ്ടായിരുന്നു. നാട്ടുകാർ നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു, വീട്ടുകാർ നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു, ദൈവം നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു, എല്ലാ തരത്തിലും കുഴപ്പമുണ്ടായിരുന്നു. ആ കുഴപ്പം മുഴുവൻ ഇല്ല എന്നെഴുതി നീതീകരിച്ചു. ഒന്നാമത്തെ നീതീകരണത്തിൻ്റെ ഫലമാണ്. ആമേൻ. നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, നാം
റോമാലേഖനം 5:2 നമ്മൾ വായിച്ച് കേട്ടത് ഇവർക്ക് വേണ്ടി കണ്ടിന്യൂ പറയാം. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഹലോ, കൃപ എന്ന് പറഞ്ഞ മുറിക്കകത്തേക്ക് അല്ലെങ്കിൽ അതിന് പുറത്ത് നോ അഡ്മിഷൻ ബോർഡായിരുന്നു, നോ അഡ്മിഷൻ ആയിരുന്നു, അവിടെ ആരും കയറാൻ പാടില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്താൽ ഞാൻ യേശുവിൽ അങ്ങ് വിശ്വസിച്ചു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്നാ പറ്റി? നീതീകരിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ കൃപയ്ക്കകത്തോട്ട് ഞാൻ കയറി. കൃപയ്ക്കകത്ത് കയറിയാൽ ജീവിതം മാറും. കൃപയ്ക്കകത്ത് കയറുന്നവനൊരു കാര്യം മനസ്സിലാകും, ഇനി എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് സൗജന്യമായി സകല നന്മയും വരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, പ്രവൃത്തിയിൽ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. എനിക്ക് പറയാനൊന്നുമില്ല, നിങ്ങളെപ്പറ്റി എനിക്കറിയത്തില്ല. എൻ്റെ പ്രവൃത്തി എനിക്ക് നോക്കി എനിക്കറിയാൻ പറ്റും, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഗുണമില്ലാത്തവനാണ്. ഇല്ലേ? എനിക്കറിയാം. പൗലോസിനും അറിയാം. പൗലോസ് പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമൻ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പറയേ പുള്ളി ആൾ കൊള്ളിയല്ല അല്ലേ എന്ന് നമ്മളെക്കുറിച്ച് പറയും. പല കാരണങ്ങൾ കൊണ്ട് പറയാം. അപ്പോൾ എനിക്ക് അറിയാം, എഴുതി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ഗുണമില്ല. എന്നാൽ കൃപയെന്ന മുറിക്കകത്താണ് നിൽക്കുന്നത്. ഇപ്പം കൃപയെന്ന മുറിക്കകത്തായതുകൊണ്ട് എൻ്റെ കുറവുള്ള പ്രവൃത്തിയുണ്ടല്ലോ, ഒത്തിരി കുഴപ്പമുള്ള എൻ്റെ വ്യക്തിത്വം, യേശു അതിനെല്ലാം പാസ് മാർക്ക് ഇട്ടിട്ടിരിക്കുക. ഹല്ലേലൂയ. കുഴപ്പമൊക്കെ പോയി, നീ എനിക്ക് സ്വന്തമാണ്. നിൻ്റെ മേലുള്ള ഒരു കുഴപ്പവും വെച്ചിട്ട് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അല്ലേ? ആ കല്ലെറിയപ്പെടാമെന്ന പെണ്ണിനോട് യേശു പറഞ്ഞ വാക്ക് അത് തന്നെയല്ലേ? അവർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, അവർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. പക്ഷെ ഒറ്റ കാര്യത്തിൽ ഞാൻ നിന്നെ വിടുവിച്ചു. അവരോട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന്. ഞാനൊന്നും മനസ്സിലാക്കുന്നു, ആ കൂട്ടത്തിൽ, ഹലോ, ആ കൂട്ടത്തിൽ യേശുവിൻ്റെ കൃപയിലേക്ക് വന്ന ആ പെണ്ണു മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ പാവമില്ലാത്തുള്ള നേരം. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഇവരെല്ലാം ഇവളെ റെഡ് ഹാൻഡഡായി പാപത്തിൻ്റെ പ്രവൃത്തിയിൽ വെച്ച് തന്നെ പിടിച്ചുകൊണ്ട് വന്നതാ. പക്ഷേ അവൾക്കൊരു അത്ഭുതം സംഭവിച്ചു. അവൾ വന്നെത്തിയത് കൃപയുടെ ആ മഹിമാധനത്തിൻ്റെ മുമ്പിലാണ്. അവര് എല്ലാവരും കല്ലെറിയാൻ വന്നു, ഇവളോ തൻ്റെ മേലുള്ള ശിക്ഷാവിധിയെ ഏറ്റുവാങ്ങാൻ വന്നു. വന്ന സ്ഥലം യേശുവിൻ്റെ മുമ്പിലായതുകൊണ്ട് യേശു അവളെ നീതീകരിച്ചു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒറ്റൊരുത്തരും കല്ലെറിയാൻ പറ്റിയില്ല. ഒറ്റൊരുത്തരും കല്ലെറിയാൻ പറ്റിയില്ല. കാരണം അവരാരും കൃപയ്ക്കകത്ത് വന്നിട്ടില്ല, അവരൊക്കെയും പാപത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീയെ യേശു വിടുവിച്ചു. ജനം ഒന്നൊന്നൊന്നൊന്നായി പിരിഞ്ഞുപോയി. ജനം ഒന്നൊന്നായി പിരിഞ്ഞു. പ്രിയരേ, കൃപയുടെ മുറിക്കകത്താണോ നമ്മൾ എങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കെതിരെ കൈ ചൂണ്ടുന്ന സാത്താന്റെ സകല ആരോപണത്തിന്റെ ചൂണ്ടുകൈകളും മടങ്ങിപ്പോകും. ഒരു തരത്തിലും നമുക്കെതിരെ കുറ്റം വിധിക്കാൻ സാത്താന് പറ്റാത്ത രീതിയിൽ ദൈവം നമുക്ക് ചുറ്റും ദൈവത്തിന്റെ കൃപയുടെ ആ സാന്നിധ്യം അങ്ങോട്ട് വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി അല്ലേ? അവന് ഹൃദയത്തിൽ അസുഖം ഉണ്ടായിരിക്കാം, ലിവറിന് അസുഖം ഉണ്ടായിരിക്കാം, കൈക്ക് അസുഖം ഉണ്ടായിരിക്കാം, കണ്ണിന് അസുഖം ഉണ്ടായിരിക്കാം, ശരീരത്തിനകത്ത് എന്തെല്ലാം രോഗം ഉണ്ടായിരിക്കാം. എന്താ കാരണം? പണ്ട് കാലത്ത് ചെയ്ത അനേക കുഴപ്പങ്ങൾ കൊണ്ടുണ്ടായതാ. കള്ളു കുടിച്ചതുകൊണ്ട് ലിവർ പോയി ഇല്ലേ? അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും, എന്താണെന്നറിയത്തില്ല, പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ടിന് പ്രശ്നമായി. എല്ലാം ഇരിക്കുമോ. പക്ഷേ കൃപയുടെ അടുത്തോട്ട് വന്നപ്പം അതൊന്നും വിഷയമല്ല, അതൊന്നും വിഷയമല്ല. നീ കർത്താവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് പുതിയ ലിവർ, പുതിയ ഹൃദയം. ഹല്ലേലൂയ. എൻ്റെ യേശു അങ്ങനെയാ. ആമേൻ. കൃപ എന്ന് അവരെന്ന് തിരിച്ചറിഞ്ഞാൽ, ബോധപൂർവം തിരിച്ചറിഞ്ഞാൽ, ഇന്ന് നമുക്ക് നമ്മുടെ സൗഖ്യത്തെയും അനുഗ്രഹത്തെയും ദൈവസന്നിധിയിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റും.
മറ്റത് അങ്ങോട്ട് ദൈവം തരുമായിരുന്നു. എന്നാൽ ഇന്ന് കൃപ എന്തോ എന്ന് ഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ കൃപയുടെ മുറിക്കകത്ത് നീ കയറിയാൽ നിനക്ക് ആവശ്യമായ സകല നന്മയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് പ്രാപിക്കാം. ആമേൻ, ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, അവന് പെന്തക്കോസ്ത് അനുഭവത്തിലായി തീർന്നു, കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി, ഇപ്പം കണ്ടോ അവൻ എന്തൊരു അനുഗ്രഹമാണ് അല്ലേ? പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ചിലർ പറയുന്നത് അമേരിക്കയിൽ നിന്നാണ് അല്ലേ പൈസ, അല്ലെങ്കിൽ അവിടുന്ന് കൊടുത്താൽ പറയാം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇത് അമേരിക്കയിൽ നിന്നുമല്ല, യൂറോപ്പിൽ നിന്നുമല്ല, ഗൾഫിൽ നിന്നുമല്ല, ഇത് സ്വർഗത്തിൽ നിന്നാണ്. ഞാൻ ചുമ്മാതെ ഇത് പറയുമല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചുമ്മാതെ പറയുമല്ല. നിൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആമേൻ, നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയ്ക്കകത്തോട്ടും ദൈവം അനുഗ്രഹത്തെ ഇറക്കി വിടും. ആമേൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് നമുക്ക് പോവാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ പോകും. 2 കാര്യം ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. അത് ഇതിനകത്ത് തന്നെ ഉണ്ട്. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അല്ലേ? 2-ാം വചനത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നു, വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ആരാ? നാം. നമ്മളെക്കുറിച്ച് പറയുന്നത് ആര്? വിശ്വാസി. കാരണം എന്നറിയോ, ഇങ്ങനൊരു അവസ്ഥയിലാകാതെ ഈ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ മനസ്സിലാക്കാൻ പറ്റത്തില്ല. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 1-ാമത്തെ ഒരു വചനമുണ്ട്. സബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീയോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, വായിച്ച് ശ്രദ്ധിച്ചോ? ഈ സ്ത്രീകൾ ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയും മറ്റേ മറിയയും കൂടെ കല്ലറയുടെ മുമ്പിൽ ചെന്നു. കല്ലറ കാണാൻ ചെന്നു. സ്തോത്രം. കല്ലറ കാണാൻ ചെന്നപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? കല്ലറ വലിയ കല്ലുകൊണ്ട് അടച്ചു വച്ചിരിക്കുക. കല്ലറയുടെ വാതിക്കലിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഹെവി ആയിരിക്കുന്ന വലിയ കല്ലാണ്. ആ കല്ലറയുടെ മുമ്പിരിക്കുന്ന കല്ലിൻ്റെ മോഡൽ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കല്ലാണ്. ആ കല്ലറയുടെ മുമ്പിൽ അടച്ചു വച്ചിരിക്കുക. മാത്രമല്ല, ഇതൊരു പ്രത്യേക ഒരു ശവടക്കായിരുന്നു. ആ ശവടക്ക് പ്രത്യേകമായിരുന്നു. എന്തായിരുന്നു? യഹൂദ പുരോഹിതന്മാർ പറഞ്ഞു, ഇവൻ അനേക കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ്. താൻ മരിച്ചാൽ എഴുന്നേക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ്റെ ശിഷ്യന്മാരായ കള്ളന്മാർ വന്നിട്ട് ഇവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ ഉയർത്തെഴുന്നേറ്റോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്നെ കാണിച്ചു, റോമ രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ കല്ലറയുടെ മുകളിൽ സീല് ചെയ്തു, ചങ്ങലയിട്ടിട്ട്. എന്താണ്? ആ സീല് പൊട്ടിക്കാൻ ആർക്കും അധികാരമില്ല, കാരണം അത് രാജാവിൻ്റെ മുദ്രയാണ്. അപ്രകാരം മുദ്രയിട്ട് ഈ കല്ലറയെ മൂടി വെച്ചു. അങ്ങനെയുള്ള വളരെ എന്താ പറയുന്നത്, സെക്യൂരിറ്റിയുള്ള ഒരു കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കുകയും, യേശുവിൻ്റെ ബഹുമാനം കൊണ്ടല്ല, പിന്നെയോ അവനൊരിക്കലും പുറത്തു വരാൻ പാടില്ല. അവൻ്റെ ശിഷ്യന്മാർ എടുത്തോണ്ട് പോയിട്ട് പറയും അവൻ എഴുന്നേറ്റ് പറയും. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല, അവരങ്ങനെ ആളാകാൻ പാടില്ല. അതുകൊണ്ട് അവരങ്ങനെ അപ്രകാരം തന്നെ ആ കല്ലറ അടച്ചു വെച്ചു. പ്രിയരെ, ഇവരെ ഈ 2 മറിയന്മാരും കൂടെ വന്ന് കല്ലറയുടെ പുറത്തേക്ക്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം കല്ലറ സീൽ ചെയ്തിരിക്കുക, രാജാവിനല്ലാതെ മറ്റവർക്കും അധികാരമില്ല തുറക്കാൻ. അങ്ങനെ നിൽക്കുമ്പം ഒരു ഭൂകമ്പം ഉണ്ടായി. പലപ്പോഴും ദൈവം വരുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും കേട്ടോ. സ്തോത്രം. പൗലോസും ശീലാസും ജയിലിൽ കിടക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. അതുകൊണ്ട് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ട, ചിലപ്പോൾ കർത്താവ് വരുന്നതായിരിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭൂകമ്പം ഉണ്ടായി. ദൂതൻ അവിടെ വന്നു. ദൂതൻ വന്നിട്ട് ഈ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ഈ കല്ലങ്ങ് തള്ളി മാറ്റി. എന്നിട്ട് പറഞ്ഞു, അവൻ ആ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു, നിങ്ങൾ വന്നത് മരിച്ച യേശുവിനെ നോക്കാനല്ലേ? ഞാൻ തുറന്നു വെച്ചത് അവനിവിടെ ഇല്ലെന്ന് പറയാനാണ്. അവനെ തുറന്നു വിട്ടതല്ല, അവൻ പോയി. ഇത് ഞാൻ തുറന്നു വെച്ചത് ജഡത്തിലായിരിക്കുന്ന
ആത്മാവിൻ്റെ മഹത്വത്തിനകത്തേക്ക് കടക്കാത്ത സാധാരണ മനുഷ്യരായിരിക്കുന്ന നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനാ എന്ത് അവനകത്തില്ലെന്ന്. പക്ഷെ അവന് തുറന്നു പോകാൻ ഈ കല്ലൊന്നും ഞങ്ങളാരും മാറ്റിയിട്ടില്ല, അവനല്ലാതെ പുറത്തുപോയി. പ്രിയരെ, അവൻ മരിച്ചത് ജഡത്തിലായിരുന്നു. സ്തോത്രം, കേൾക്കുന്നുണ്ടോ? അവനെ കാൽവരി കുരിശിൽ ആണിയടിച്ച് കേട്ടത് ജഡത്തിലായിരുന്നു. അവനെ മരിച്ച ശവം കൊണ്ട് അടക്കിയത് ജഡത്തിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മേൽ തിരികെ പ്രവേശിച്ചപ്പോൾ അവൻ ആ ജഡത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ആത്മീയൻ്റെ അവസ്ഥയിൽ ആ കല്ലറ വിട്ട് പുറത്തിറങ്ങി. ആത്മീയന്റെ അവസ്ഥയിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിക്ക് അതീതമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഒരു മനുഷ്യന്റെ ശരീരം അടച്ചു വെച്ച കല്ലിനകത്തൂടെ പുറത്തു പോകത്തില്ല. എന്നാൽ മഹത്വത്തിന്റെ ശക്തി യേശുവിൽ വന്നപ്പോൾ ഹല്ലേലൂയ, യേശു പുറത്തു വന്നു. ആമേൻ. എന്താണ് ഈ മഹത്വത്തിന്റെ പ്രത്യാശ? ഞാനിവിടെ പറഞ്ഞു നിങ്ങളോട് തുടക്കത്തിൽ മൂന്നാമത്തെ വിഷയമായിട്ട് റോമാലേഖനത്തിനകത്തുനിന്ന് പറഞ്ഞു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ആമേൻ. And rejoice in hope of the glory of God. ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ നമ്മൾ പ്രശംസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഞാനീ പറഞ്ഞത് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ കൃപയ്ക്കകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചവരാണ് അല്ലേ? നമ്മളെല്ലാം വീണ്ടും ജനിച്ചവരാണ്. നമ്മൾ വീണ്ടും ജനിച്ചവർക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്തോട്ട് കയറി. ഹലോ, അതുകൊണ്ട് നമ്മുടെ ശരീരം മരിച്ചുകൊണ്ട് അടക്കിയാലും അത് യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. സ്തോത്രം. ഈ സ്നാനക്കുളത്തിനകത്ത് കണ്ടത് അന്ന് ഇനി എഴുന്നേക്കാനുള്ള എഴുന്നേക്കലിൻ്റെ ഒരു ഇമേജാണ്. എന്തായിരുന്നു? നമ്മൾ വെള്ളത്തിനകത്ത് മുങ്ങി അല്ലേ? സ്നാനമേറ്റവർക്ക് എല്ലാവർക്കും അറിയാം. വെള്ളത്തിനകത്ത് മുങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ വിഷയമുണ്ട്. കേട്ടോണേ, പഠിച്ചോണം. ഓക്കെ, സ്നാനം എടുക്കാനുള്ള ആളെ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വെള്ളത്തിനകത്ത് മുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്ത്? ക്രിസ്തുവിനോട് കൂടി നമ്മൾ മരിച്ചതിൻ്റെ അടയാളമായിട്ടാണ് വെള്ളത്തിലോട്ട് മുങ്ങുന്നത്. വെള്ളത്തിൽ മുങ്ങുമ്പം ആ മുങ്ങലിനകത്തൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്ത്? യേശുവിൻ്റെ ശരീരത്തെ മറവ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഒരു മരിച്ച ശരീരം എങ്ങനെയാണ് നമ്മൾ മണ്ണിട്ട് മൂടും അല്ലേ എന്ന് പറഞ്ഞതുപോലെ വെള്ളത്തിനകത്ത് ഈ ശരീരം അങ്ങ് മൂടി മരിച്ച ആളെ അടക്കി. എന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പം എന്തു പറ്റി? ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ പുതിയ ഒരു സൃഷ്ടിയായി എഴുന്നേറ്റ് വന്നു വെള്ളത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. അന്നേരം യേശു പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവനൊരിക്കലും മരണം ഉണ്ടാകത്തില്ല. കാരണം എന്താ? നീ ഓൾറെഡി മരിച്ചു. ഈ വെള്ളത്തിനകത്ത്, ഈ കുഴിക്കകത്ത്, സ്നാനത്തിനകത്ത് നീ മരിച്ചു. ഞാൻ ചുമ്മാ പറയുന്നല്ല, റോമാലേഖനം 6 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ? റോമാലേഖനം 6 അത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കാരണം പലർക്കും മൂന്നാമത്തെ റോമാലേഖനം 6:3 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ അഴിയണം. അവൻ അഴിഞ്ഞിട്ട് പുതിയതൊന്ന് എഴുന്നേറ്റ് വരണം. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് നമ്മൾ സ്നാനം എടുത്ത്. ഹല്ലേലൂയ. അതിന് ഒഴിവ് കഴിവില്ല. നമ്മുടെ ആത്മീയ മനുഷ്യൻ എവിടെയാ? ആ ആത്മീയ മനുഷ്യൻ്റെ അപ്പൻ ഇപ്പോഴല്ല, പണ്ട് നീ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നിന്റെ ആത്മീയ മനുഷ്യൻ്റെ അപ്പൻ സാത്താനാ. കേൾക്കുന്നുണ്ടോ? പേടിക്കണ്ട. ഓക്കെ, ആത്മീയ മനുഷ്യൻ്റെ അപ്പൻ സാത്താനാ. ഞാൻ പറഞ്ഞല്ല, യേശു പറഞ്ഞാ. യേശു പറഞ്ഞ നിങ്ങളുടെ അപ്പൻ്റെ ആ കാര്യമെന്ന് പറഞ്ഞ യേശു പറഞ്ഞു നിങ്ങളുടെ അപ്പൻ പിശാചാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. കാരണം എന്നറിയാമോ? ആത്മീയ മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ലാത്തടത്തോളം കാലം അവൻ്റെ അപ്പൻ ലൂസിഫറാണ്. ഹല്ലേലൂയ. പേരിൻ്റെ സർനെയിം എന്താണ്? ലൂസിഫർ. ഹല്ലേലൂയ. പഞ്ചാബിൽ ചെല്ലുമ്പം അവിടുത്തെ പാസ്റ്റർമാരുടെയൊക്കെ പേര് കേൾക്കും. എല്ലാ പാസ്റ്റർമാരുടെയും പേരിൻ്റെ അവസാനം മസി എന്ന് കാണും. ഉസ്പാൽ മസി എന്നൊരു പാസ്റ്ററുണ്ട്. ഞാൻ ചോദിച്ചു, മസി? ആ, മിശിഹ. അപ്പോൾ അവരുടെ സർനെയിം എന്താണ്?
മസി. അല്ലെങ്കിൽ പണ്ടത്തെ ആയിരുന്നെങ്കിൽ കരൺചന്ദ് ലൂസിഫർ എന്ന് വേണം വരാൻ. എന്നാലിപ്പോൾ കരൺചന്ദ് മസി. ഹല്ലേലൂയ. സർനെയിം എന്തായി തീർന്നു? യേശുവായി തീർന്നു. അപ്പൻ്റെ പേരല്ലേ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ സർനെയിം യേശുവിൻ്റെ പേരാക്കി. ഹല്ലേലൂയ. പ്രിയരെ, ഈ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം. നമ്മൾ മരിച്ചു. എവിടെ? സ്നാനക്കുളത്തിൽ മരിച്ചു. ആ ശരീരം അടക്കപ്പെട്ടു. ആ ശരീരം ക്രിസ്തുവിൽ പുതുതായിട്ട് എഴുന്നേറ്റതായിട്ട് നമ്മൾ വിശ്വാസത്തിൽ എഴുന്നേറ്റു. കർത്താവ് ഇതിനെ അങ്ങ് സമ്മതിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഇതിനെ അങ്ങ് സമ്മതിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, 4-ാമത്തെ വചനം റോമാലേഖനം 6:4 വായിച്ചേ. അവിടെ പറയുന്നു, ശ്രദ്ധിച്ചോണം, പലരുടെയും സംശയത്തിനുള്ള ഉത്തരം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കബറടക്കിന്ന്. എവിടെ അടക്കിയേ? സ്നാനക്കുളത്തിൽ അടക്കി. അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട്, ഇനി കേട്ടോണം, പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. മുമ്പേ ഞാൻ വായിച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റോമാലേഖനം 5 അകത്ത് പറയുന്നു, 2-ാമത്തെ വചനത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. മുമ്പേ പറഞ്ഞ ഈ മഹത്വവും ഈ തേജസ്സും ഒരു കണക്റ്റഡാണ്. എന്താണ്? മരിച്ചതിനകത്തു നിന്ന് എഴുന്നേൽപ്പിച്ച മഹത്വം. ഹലോ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിനകത്തുനിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. കാരണം അവൻ്റെ മേൽ കുറ്റമില്ലാത്ത കുഞ്ഞാടാണ്. അവൻ എഴുന്നേറ്റതുപോലെ അവൻ വിശ്വസിക്കുന്ന നാമളും എഴുന്നേറ്റു. ഹല്ലേലൂയ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഇത് സംഭവിച്ചാൽ വരാനിരിക്കുന്നൊരു സമയമുണ്ട്. എപ്പോൾ? ഒന്നുകിൽ യേശു മധ്യാകാശത്ത് വരുമ്പോൾ നമ്മൾ ജീവനോട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ടവനോട് പോവോ? 1. 2, മരിച്ചടക്കപ്പെട്ടാലും യേശുവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട് എഴുന്നേക്കും. സംശയമുണ്ടോ ആർക്കേലും? ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും കൂടെ ആകാശത്തോട്ട് പോകുന്നു ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഒരു വിശുദ്ധനെ കാണുമ്പോൾ എന്ത് സന്തോഷമല്ലേ? നമ്മൾ ബസ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടത്തിൽ പോയി നിൽക്കുമ്പോൾ ഒരു വിശ്വാസിയായി ഒരു വിശുദ്ധനെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയേ, എന്തോരു സന്തോഷം ഉണ്ടാവും അവർക്ക്. കാരണം കണ്ടത് ആരെയാ? മുഴുവൻ വിശുദ്ധന്മാരാ. അല്ലാത്ത ഒരുത്തനുമില്ല. കാണുന്നത് മുഴുവൻ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഇത് നമ്മൾ കാണുമ്പം വിശുദ്ധന്മാരെ തപ്പി നടന്നാൽ കാണത്തില്ല. അതിനിടയ്ക്ക് എല്ലാ അശുദ്ധന്മാരായവർ നമ്മളെ ദ്രോഹിക്കുന്നു, അവർ തിന്മ പറയുന്നു, അവർ നമ്മളെ എല്ലാ തരത്തിലും. നമുക്കതുകൊണ്ട് ഭയങ്കര വിഷമം. വിശുദ്ധനെ കാണുമ്പോൾ വലിയ സന്തോഷം. എന്നാൽ അന്ന് വിശുദ്ധന്മാരെല്ലാവരും കൂടെ മധ്യാകാശത്തേക്ക് ഇങ്ങ് പോകും. വിശുദ്ധന്മാർ ഉദ്ദേശിച്ചത് കർത്താവിൻ്റെ മണവാട്ടി സഭ. അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവരും. ഹല്ലേലൂയ. ആമേൻ. ഞാനത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് തിരിച്ചു വരുവാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കി കണക്ട് ചെയ്തോ? ഞാനിപ്പോൾ പറഞ്ഞു മത്തായി സുവിശേഷം 28 എന്ന് പറഞ്ഞത് എന്താണ്? യേശു ക്രിസ്തു മരിച്ചപ്പം ശവമായി, സാധാരണ ജഡമായിരുന്നു. ഉയർത്തെഴുന്നേറ്റപ്പം മഹത്വത്തിൽ എഴുന്നേറ്റു. അത് വ്യത്യാസമുണ്ട്. മഹത്വത്തിൽ എഴുന്നേറ്റ യേശു, പിന്നെ യേശുവിന് പോകാൻ തടസ്സമില്ല. വേറൊരു അവസരത്തിൽ ശിഷ്യന്മാരെല്ലാം വാതിലെല്ലാം അടച്ച് പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം യേശു മുറിക്കകത്ത് കയറി വന്നു. അവർ സംശയിച്ചു, ഇതെന്നാ സംഭവം? ഭിത്തിക്കകത്തൂടെ യേശു കയറി വന്നു. ഹല്ലേലൂയ. എനിക്കൊന്ന് റോമാലേഖനം 8:11. இயேசுவை மரித்தோரிலிருந்து எழுப்பினவருடைய ஆவி உங்களில் வாசமாய் இருந்தால், கிறிஸ்துவை மரித்தோரிலிருந்து எழுப்பினவர் உங்களில் வாசமாய் இருக்கிற தம்முடைய ஆவியினாலே சாவுக்கு ஏதுவான உங்கள் சரீரங்களையும் உயிர்ப்பிப்பார்.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. Hallelujah. But if the spirit of him that raised up Jesus from the dead dwell in you, he that raised up Christ from the dead shall also quicken your mortal bodies by his spirit that dwelleth in you. അവിടെ പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു മോർട്ടൽ ബോഡി എന്ന് പറഞ്ഞാൽ ചീഞ്ഞു പോകേണ്ട ശരീരം. ചീഞ്ഞു പോകുന്ന ശരീരത്തിനകത്ത് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മശക്തി നമ്മളെ ഉയർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സ്തോത്രം. 5-ാം അധ്യായത്തിനകത്ത് നമ്മൾ പറഞ്ഞു, ഞാൻ കൺക്ലൂഡ് ചെയ്യുക ഇങ്ങനെയാണ്. എന്ത്? യേശുക്രിസ്തു മരിച്ച് പോയപ്പോൾ ജഡമായിരുന്നു, ഉയർത്തപ്പോൾ ആത്മാവായി. എന്നാൽ ആത്മാവായി ഉയർത്തപ്പോൾ മരിച്ച ജഡവും രൂപാന്തരപ്പെട്ടങ്ങ് പോയി. ജഡം കാണാം. യേശു പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരെടുത്തെന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ പ്രേതമല്ല, ഐ എം നോട്ട് എ സ്പിരിറ്റ്. തൊട്ട് നോക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർ തൊട്ട് നോക്കി. യേശു ഒരു ശരീരം ഉണ്ടായിരുന്നു. എന്നാൽ ശരീരത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. എന്നായിരുന്നു? ആ ശരീരം മഹത്വത്തിനകത്തായിരുന്നുകൊണ്ട് അത് അസ്വാഭാവിക പ്രവൃത്തികളിൽ പോയി. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ന്യൂട്ടൻ്റെ തിയറിക്ക് വിരുദ്ധമായി. അല്ലേ? ഒരു ആപ്പിള് താഴേക്കാണ് വീഴുന്നത്. അല്ലേ? ആ ആപ്പിള് ഒരു മാസം താഴേക്കാണ് വീഴുന്നത്. ആ സയൻസൊക്കെ എടുത്ത് വായിച്ച് നോക്കണം, പഠിച്ചു നോക്കണം. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ ഈ പറഞ്ഞ ആത്മാവിലോ ഉയർപ്പിൽ ഈ പറഞ്ഞ സകല നിയമങ്ങളും മാറിപ്പോയി. ആമേൻ. യേശുവിൻ്റെ ശരീരം അങ്ങനെ സ്വർഗാരോഹണം ചെയ്തപ്പം അത് താഴോട്ട് പറഞ്ഞാൽ മുകളിലോട്ടാ പോയി. ആമേൻ. ആപ്പിൾ എങ്ങോട്ടാണ് വീഴുന്നത്? പറഞ്ഞ താഴോട്ട്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ലോയ്ക്ക് പോലും എതിരായി തീർന്നു യേശുവിൻ്റെ ശരീരം. കാരണം എന്താ? അത് ബുദ്ധിക്കതീതമായ ഒരു ദൈവിക പ്രവൃത്തിക്കകത്തോട്ട് വെളിപ്പെട്ടതാണ്. ഇന്ന് ഇത് മനസ്സിലാക്കിയെടുത്തു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞ് ബാക്കിയിലേക്ക് വരാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു, കർത്താവിൻ്റെ കൃപയ്ക്കകത്ത് നമ്മളായി കഴിയുമ്പം, കൃപയ്ക്കകത്ത് നമ്മളായി കഴിയുമ്പം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലെന്ന് പറഞ്ഞു. എത്ര പേര് കേട്ടു? നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. എന്നാൽ നമുക്ക് ജീവിതത്തിൽ കഷ്ടവും ക്ലേശവും ഉണ്ടാകും. അത് സ്വയമായി നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്ക് യേശുവിനെ പ്രതി കഷ്ടം സഹിക്കാൻ വേണ്ടി നമ്മൾ വെയിലത്തിറങ്ങി നിന്നിട്ട് ചാട്ടവാറ കൊണ്ട് അടിക്കുന്നതും, സ്തോത്രം, സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ നിന്നെ അടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? രണ്ടും ഒന്നല്ല. സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ഞെരുക്കം അനുഭവിക്കാത്ത ഒറ്റ വിശ്വാസി ലോകത്തിൽ കൂടെ കടന്നു പോകത്തില്ല. സകല വിശ്വാസികളുടെ ജീവിതത്തിനകത്ത് സുവിശേഷം എന്ന വചനം അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് കഷ്ടവും ഞെരുക്കവും ഉണ്ടാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തേക്ക് ശ്രദ്ധിച്ചോണം. ഈ ലോകത്തിലെ അനേക ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ മേൽ സ്വയം ദണ്ഡന ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ശരിയല്ല. അതാണ് ഞാൻ 3-ാമത്തെ വചനത്തിലേക്ക് വരിക. റോമ 5:3. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അത് തമിഴിലൊന്ന് വായിച്ചു. ഉപദ്രവം പൊറുമൈ പരീക്ഷയും പരീക്ഷയിൽ നമ്പിക്കയും ഉണ്ടാക്കുகிறதென்று நாங்கள் அறிந்து ഉപദ്രവങ്ങളിലെയും മേന്മ പാരാട്ടുகிறோம். എന്നാൽ ഇംഗ്ലീഷിൽ ഇച്ചിലൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ പറയുന്നേ. But we glory in tribulations also, knowing that tribulation worketh patience, and patience experience, and experience hope. ആ എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് മലയാളത്തിൽ സിദ്ധതയെന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കൊന്നും പിടികിട്ടിയില്ല. നമ്മളൊരു സംഗതി എക്സ്പീരിയൻസ് ചെയ്യുമ്പം അന്നേരമാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ക്യാരക്ടർ എന്ന് പറഞ്ഞ വിഷയം. ഹലോ, എത്ര പേര് കേൾക്കുന്നുണ്ട്? ഇവിടെ എല്ലാം ഓക്കെയാ, നല്ല സന്തോഷമാണ്, എല്ലാം കുഴപ്പമില്ല. പക്ഷേ ഒരു വിഷയം വരുമ്പം അന്നേരമാണ് നിനക്ക് ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് വന്നിട്ട്
നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റും. ഹലോ, എന്താ ഞാൻ പറഞ്ഞത്? ഒരു വിഷയം വരുമ്പം ആ വിഷയത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം. ഒരു വിഷയം വന്നു, കുടുംബത്തിനകത്തൊരു വിഷയം വന്നു. ആ വിഷയത്തിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അത് നമ്മൾ ഫേസ് ചെയ്യുന്നത് ആത്മാവിൽ റൂട്ടഡ് ആണെങ്കിൽ, ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൽ റൂട്ടഡ് ആണെങ്കിൽ, നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ ഇത്രയും വലിയ വിഷയമല്ല, ചെറിയ വിഷയങ്ങൾ കടന്നു പോയപ്പം അന്ന് നമ്മളെ ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു സ്വഭാവ വിശേഷമുണ്ട്. ഞാൻ 2 എക്സ്ട്രീം പറയാം. ശ്രദ്ധിച്ചോണ്ട്, ഇത് വളരെ ശ്രദ്ധിച്ചാൽ പിടികിട്ടത്തില്ല, അത് മനസ്സിലാകത്തില്ല. ഒന്ന്, നമുക്കൊരു സംഗതിയെ പ്രാപിക്കാൻ നമുക്ക് കിട്ടാതിരിക്കുന്നൊരു വിഷയം, അല്ലെങ്കിൽ പ്രാർത്ഥന ഉത്തരം കിട്ടാത്ത വിഷയം. എനിക്ക് പറഞ്ഞാൽ ഗോലിയാത്ത്, ആ ഗോലിയാത്തിനെ വീഴിക്കണമെങ്കിൽ ദാവീദിന് ഒരു സാക്ഷ്യപ്പറച്ചിലുണ്ടാകണം. ഇത് വേറെ സൈഡ് കേട്ടോ. ഓക്കെ, ഇവരാണോ? ഈ ഗോലിയാത്തിനെ വീഴിക്കണമെങ്കിൽ ദാവീദിന് ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുണ്ടാകണം. എത്ര പേര് കേട്ടു? എന്താ ദാവീദ് ഏറ്റു പറഞ്ഞേ? എൻ്റെ ആടിനെ പിടിക്കാൻ വന്ന സിംഹത്തെ ഞാൻ അടിച്ചു കൊന്നു യഹോവയുടെ ശക്തിയാൽ, കരടിയെയും അടിച്ചു കൊന്നു. അപ്പോൾ അത് രണ്ടും, ഹലോ, ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഗോലിയാത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ കരടിയെയും സിംഹത്തെയും കൊന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം നിൽക്കുന്ന ചേട്ടൻ എനിക്ക് വിഷയമല്ല, 9 അടി 9 ഇഞ്ചുകാരൻ എനിക്ക് വിഷയമല്ലെന്നാണ് ഈ പറഞ്ഞത്. ഞാൻ ഇവനെ ഏറ്റുമുട്ടിയിട്ടില്ലെങ്കിലും ഇതുപോലെ ചെറുതിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ സാക്ഷ്യം പറച്ചിലാണ് ഈ വലിയ മലയെ മറിക്കാനുള്ള ശക്തി ഇവനിലുണ്ടാക്കിയത്. അതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാകുമ്പം, ചെറിയ പ്രശ്നങ്ങൾക്കകത്ത് എങ്ങനെ ദൈവം നിന്നെ ട്രെയിൻ ചെയ്തു. ഹലോ, പറയാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? ഇന്നാലേ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എങ്ങനെ കർത്താവിനെ പഠിപ്പിച്ചേ? അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് ഈ വലിയ പ്രശ്നം വന്നപ്പം അതിനെയും തരണം ചെയ്യാൻ ദൈവത്തിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വലിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതിനുണ്ടാക്കിയ ഉദ്യോഗസ്ഥരോട് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ എൻ്റെ മനസ്സിലും വർത്തമാനം പറയുന്ന ആളിലേക്ക് ചീത്തയായിട്ട് പറഞ്ഞു, എന്നെ തല്ലിപ്പള്ളി മനുഷ്യനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്തൊന്ന് ചെയ്തു. ആ മനുഷ്യനെ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈ വിഷയത്തിന് മുമ്പ് എനിക്ക് എത്ര വിഷയം ഉണ്ടായി അന്നൊക്കെ ദൈവനെ എങ്ങനെ വിടുവിച്ചെന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. രാവിലെ ആയപ്പം ഈ പ്രശ്നമുള്ള വലിയ വിഷയമുള്ള ആളെക്കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എല്ലാം നെഗറ്റീവായിരിക്കുന്ന കാര്യവും മാറിപ്പോയി. അടുത്ത ദിവസം ഞാൻ അദ്ദേഹമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. വലിയൊരു അധികാരിയാണ്. ഞാൻ ആ പുള്ളിയെ കണ്ടപ്പം എനിക്കൊന്നും മനസ്സിലായി. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് യാതൊരു വെറുപ്പുമില്ല, ഒരു ദേഷ്യവുമില്ല. ആ വിഷയം ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ചിന്തിച്ചാൽ ഒരിക്കലും തലേന്ന് സംസാരിച്ച് ഞാൻ ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത കാര്യം വലിയ ലക്ഷങ്ങൾ എനിക്ക് പ്രശ്നം വരുന്നൊരു വിഷയമാണ്. ഞാൻ ചുമ്മാ പറയാലോ, എന്താ വിഷയം ഞാൻ പറയുന്നില്ല ഇപ്പം, സ്തോത്രം. എന്നാൽ ആ അധികാരിയും എൻ്റെ മുമ്പിൽ വളരെ എന്നോട് സ്നേഹത്തോടു കൂടെ തന്നെ സംസാരിക്കത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവിടെ നിന്ന് അയാളെ ചീത്ത വിളിക്കാം, 2-3 പാർട്ടിക്കാരെ വിളിച്ചത് അയാളെ ചീത്ത വിളിപ്പിക്കാം, അല്ലേ? നമുക്കറിയാമല്ലോ, കാശ് കൊടുത്ത പാർട്ടിക്കാരിലേക്ക് വരും പറഞ്ഞോളും. നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ അതിലൊന്നുമല്ല ദൈവം എന്നെ വിട്ടത്. കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് പ്രസംഗിക്കുന്നതൊക്കെ ജീവിതത്തിൽ നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രതികൂലം, ഹലോ, അത് നമ്മളുടെ കേട്ടത് എന്താ കേട്ടത്? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത എന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ട്രിബുലേഷൻ വർക്കത്ത് പേഷ്യൻസ്, അതായത് കഷ്ടത നമുക്ക് ക്ഷമ തരും. എൻ്റെ അർത്ഥം എന്നാ? ക്ഷമിക്കാൻ നമ്മളെ പഠിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച, ഇതിന് മുമ്പിലത്തെ ആഴ്ച അങ്ങനെയായിരുന്നു എൻ്റെ വിഷയം. എന്നെ ചീത്ത വിളിക്കുന്നവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നാൽ കർത്താവിനോട് പറഞ്ഞ് അതെല്ലാം അപ്രകാരമുള്ളവരോടൊന്നും മിണ്ടി പ്രശ്നം ഉണ്ടാക്കട്ടെ, അതെല്ലാം സഹിച്ച് ആമേൻ 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 ഓക്കെ താങ്ക് യു എന്നുള്ള രീതിയിലുള്ള ഒരു പഠിപ്പ് എന്നെ പഠിപ്പിച്ചു. എന്നെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ വടിയെടുത്തടിച്ചെന്നല്ല, ഈ സോഷ്യൽ മീഡിയക്കകത്തൂടെയൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ എല്ലാ വെറുപ്പൊന്നെല്ലാം പോയി. അവർക്ക് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പറഞ്ഞത്.
അന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ വിഷമം അങ്ങ് പോയി. അത് കഴിഞ്ഞ ആഴ്ചയിൽ, ഈ ആഴ്ചത്തെ വിഷയം ഇങ്ങനെ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആ പ്രസംഗിക്കുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ദിവസവും. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം റാം മനോഹർ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ പറഞ്ഞു, എന്നെ എളുപ്പമാണ് പ്രസംഗിക്കാൻ, ഭയങ്കര എളുപ്പമാണ് പ്രസംഗിക്കാൻ. പ്രീച്ചിങ് ഈസ് സോ ഈസി. ജീവിക്കാനോ അയ്യോ അത് ഭയങ്കര പാടാ. ഞാൻ ചുമ്മാ പറയല്ല, പ്രസംഗിക്കുന്ന കാര്യം ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പലരും എന്നാ ചെയ്യും, 2 മണിയാകുമ്പോൾ ആത്മീയത അവസാനിപ്പിക്കും. കേൾക്കുന്നുണ്ടോ? പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി 2 മണിയായി, ആത്മീയത അവസാനിപ്പിച്ചു. അടുത്തിരിക്കുന്ന നടക്കുന്നു ഷെയ്ക്കാൻ്റെ കൊടുത്തേ, ഹലോ, വലത് കൈ കൊണ്ട് അങ്ങോട്ടേക്ക് കൊടുത്ത് കൈ ഒന്ന് കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. 2 മണിക്ക് അവസാനിപ്പിക്കേണ്ട ആത്മീയത അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, 2 മണിക്ക് തുടങ്ങേണ്ട ആത്മീയതയാണ്. തിരിച്ചു വീട്ടിൽ ചെന്ന് കഴിയുമ്പം അന്നേരമാണ് നിന്റെ സ്വഭാവം പുറത്തു വരാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഞാനീ പറഞ്ഞതിനെല്ലാം അതീതനായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്, എൻ്റെ ഭാര്യ പറയും. സ്തോത്രം. എന്നാൽ അതൊന്നും അല്ല. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ, സ്തോത്രം, കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നടക്കാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പൗലോസ് തന്നെ പറഞ്ഞേ, എനിക്ക് കർത്താവിനെ പൂർണ്ണമായിട്ടൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്ര വർഷമായി? 14 വർഷമായിട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞ കാര്യമാണ്. യേശുവിനെ കണ്ടിട്ട്, നമ്മൾ കണ്ട പോലെ അല്ല കണ്ട്, നേരിട്ട് കണ്ടു. എന്തെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി. 14 വർഷം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പറയുന്നത്, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അത് ക്ഷമ ഉണ്ടാക്കുന്നു, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ആൻഡ് പേഷ്യൻസ് എക്സ്പീരിയൻസ് ഹോപ്പ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്യാരക്ടർ, ആ സ്വഭാവം കർത്താവിൻ്റെതായി ബിൽഡപ്പ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഏറ്റെടുത്തോണേ, പറഞ്ഞ് ഏറ്റെടുത്തോം. കർത്താവിൻ്റെതായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അടിയും ഇടിയും തൊഴിയും എല്ലാം നമുക്ക് ആത്മീയമായി ശാരീരികമായൊക്കെ വന്നാലും അതിനകത്ത് നമ്മൾ തിരിച്ചു പ്രതികരിക്കാനില്ലാതെ കർത്താവിനെ പ്രതി എന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങുമ്പം നമ്മുടെ സ്വഭാവതായിട്ട് മാറും. ഇല്ല, പതുക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല. നമ്മൾ വഴക്കുണ്ടാക്കാത്തവനായി മാറും. നമുക്ക് കോപം വരും, പക്ഷേ ആ കോപത്തിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാത്തവരായിട്ട് മാറും. ഹല്ലേലൂയ. നമ്മളെ കുറ്റം പറയുന്നവരോടെല്ലാം തിരിച്ച് പറഞ്ഞ് അവരെ തോൽപ്പിക്കണം എന്നുള്ള സ്വഭാവം മാറും. നമ്മൾ പറയുന്നതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള സ്വഭാവം മാറും. നമ്മൾ ആരോഗ്യ സുവിശേഷം പറയുമ്പോൾ അവരെ നമ്മളെ എങ്ങനെയെല്ലാം കളിയാക്കും, എതിർക്കും. അപ്പോൾ ഇല്ല നീ പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞ ശരി തന്നെ അടിച്ചേൽപ്പിക്കാൻ വേണ്ട, അതെല്ലാം മാറും. ഇങ്ങനെ മാറിക്കഴിയുമ്പം, ഹല്ലേലൂയ, മാറിക്കഴിയുമ്പം, അങ്ങനെ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പം എന്നെ പറ്റുമെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിനകത്ത് ആദ്യം പറഞ്ഞ കൃപയുടെ യഥാർത്ഥ പ്രത്യാശ, ഹലോ, കൃപയുടെ യഥാർത്ഥ പ്രത്യാശ നമ്മുടെ ജീവിതത്തിനകത്ത് തുടങ്ങും. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ പ്രത്യാശയ്ക്കകത്താണ് ആദിമ സഭയിലെ ക്രിസ്ത്യാനികൾ മരണത്തിലേക്ക് നടന്നെടുത്തത്. ആമേൻ. അവരിൽ ഒത്തിരി പേര്, ആദിമ സഭയിൽ ഒത്തിരി പേര് യേശു തള്ളി പറഞ്ഞു പോയി കാണും അല്ലേ? എന്നാൽ അനേകർ, നമ്മൾ മാതൃകയായി പറയുന്ന അനേകർ, അവരെ സിംഹക്കുഴിയിലേക്ക് എറിയുമെന്ന് പറഞ്ഞപ്പോഴും, അവരെ തീക്കകത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോഴും, മറ്റനേക തരങ്ങളിൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും അവരാരും കുലുങ്ങിപ്പോകാൻ നിന്നത് അവർ ഈ പ്രത്യാശയിലായി തീർന്നത് കൊണ്ടാണ്. ആദ്യം ഞാൻ പറഞ്ഞ പ്രത്യാശ അത് എന്ത്? മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച പ്രത്യാശ, മഹത്വത്തിൻ്റെ പ്രത്യാശ, ഹല്ലേലൂയ, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. ആമേൻ. ഇതിലേക്കാണ് നമ്മളെ വിളിച്ചത്. അതിനിടയ്ക്കുള്ള ഒരു ചെറിയ സ്റ്റാൻഡിലേക്കൊന്നും അല്ല വിളിച്ചത്. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹലോ. പെന്തക്കോസ്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാട്ടൊക്കെ പാടി ആരാധിച്ച് വീട്ടിലെ കാര്യമൊക്കെ ശരിയായി മക്കളെ കെട്ടിച്ചു വിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാൻ നല്ലതല്ല. അതിന് വേറെ വല്ല പരിപാടിക്കും പോയാൽ പോരെ, അല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിലൊന്ന് തീരുമാനമാണ്. എന്താ? ഈ പ്രത്യാശയ്ക്കകത്തോട്ട് നീ കയറണം. ഏത്? കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്കകത്തോട്ട്. അതിനിപ്പുറത്തൊരു നിപ്പില്ല, അതിനിപ്പുറത്തുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാനതങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ഇനി ഇപ്പം പ്രത്യാശ എത്തിച്ചു, പറഞ്ഞു വന്ന്
കഷ്ടവും പറഞ്ഞു, അതിനകത്തുനിന്ന് ക്യാരക്ടർ പറഞ്ഞു, ക്യാരക്ടറിന് പ്രത്യാശ പറഞ്ഞു. പ്രത്യാശയ്ക്കകത്തുനിന്ന് 5-ാമത്തെ വചനം പറയുമ്പം വായിച്ചേ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത്. അത് വേറൊരു അവസ്ഥയിലോട്ട് പോകും. അതിനു മുമ്പ് ഞാൻ അവസാനിപ്പിക്കാം. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. എൻ്റെ അർത്ഥം എന്നതാ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്നതാ? എന്നാ കുഴപ്പം വന്നാലും, എന്ത് കുഴപ്പം വന്നാലും ആ കുഴപ്പത്തെ നോക്കിയിട്ട് പറ, ഇതിനകത്തൂടെ നന്മ. അതാ പ്രത്യാശ. എന്ത് കുഴപ്പം വന്നാലും ശരി, അതിനകത്തൂടെ നന്മ വരുവാ. അങ്ങനെ ചിന്തിക്കാൻ പറ്റാൻ തുടങ്ങണം. ഹല്ലേലൂയ. എന്തെല്ലാം കുഴപ്പം വന്നാലും അതിനകത്തൂടെ ഒരു നന്മ. കർത്താവിൽ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പം നമുക്ക് കഷ്ടവും ക്ലേശവും ഞെരുക്കവും കുഴപ്പമൊക്കെ കണ്ടാലും അതിൻ്റെ അപ്പുറത്തുള്ള നന്മയിലേക്ക് നമ്മൾ വരും. ആമേൻ. അതിലേക്കാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലായി നന്മ വരുന്നല്ലേ? ആമേൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കഷ്ടവും ക്ലേശവും വന്നതുകൊണ്ടല്ലേ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചേ? അല്ലേ? നമുക്ക് പ്രശ്നം വന്നു, അങ്ങ് മൂത്തു, ഇനിയും നിവൃത്തിയില്ലെന്നായി. ചിലർക്ക് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിന് പകരം സ്നാനം എടുത്തു. പിന്നീട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതൊരു നന്മയല്ലായിരുന്നു പണ്ടുണ്ടായ കുഴപ്പം അല്ലേ? എന്ന് പറഞ്ഞ പോലെ മുഴുവൻ കാര്യങ്ങളും ഇന്ത്യയിൽ എന്തു സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കാം. ആമേൻ. അതിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരട്ടെ. ആമേൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നന്മകളെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു.